Okay, second semester OT and AT elementary nursing unit 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Question 1, a bed prepared for a new admission is called closed bed. Bed already patient allocate ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് പറയുന്നത് closed bed എന്ന് പറയുന്നത്. What is the main purpose of bed making? The main purpose comfort and hygiene ആണ്. Answer B ആണ്. This sheet is placed first on the mattress. മാട്രസിനെ പുറത്ത് വിളിക്കുന്ന ആദ്യത്തെ ഷീറ്റിന്റെ പേര് ബോട്ടം ഷീറ്റ് എന്നാണ്. ആൻസർ ബി ആണ്. മാക്കിൻടോഷ് പ്രൊട്ടക്ട്സ് നമ്മൾ വരിന്റെ പുറത്ത് റബ്ബറിന്റെ ഒരു ഷീറ്റ് വിരിക്കാറുണ്ട്. അത് പ്രിവെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഗുണം എന്താണ്? പേഷ്യൻ്റെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ലീക്ക് ചെയ്ത് ബെഡിലേക്കോ മാട്രസിലേക്കോ പോകാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബർ ഷീറ്റ് വിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മാക്കിൻടോഷ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഡ്രോ ഷീറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ. ഡ്രോ ഷീറ്റ് ഇവിടെ യൂസ് ചെയ്യുന്ന ബെഡിൻ്റെ നടുക്ക് ക്രോസ് ആയിട്ട് ഇരിക്കുന്ന ഷീറ്റാണ്. പേഷ്യൻ്റ് മൂവ് ചെയ്യാൻ എളുപ്പമാണ്, പേഷ്യൻ്റ് ഹാൻഡിൽ ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ആൻസർ ബി ആണ്, പേഷ്യൻ്റ് മൂവ്മെൻറ്റ്. ഹാൻഡ് ഹൈജീൻ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. മീറ്റർ കോർണർ മീൻസ് പേഷ്യൻ്റ് ബെഡ്ഷീറ്റിൻ്റെ കോർണർ നമ്മൾ മാട്രസിൽ ഫോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് മീറ്റർ കോർണർ എന്ന് പറയുന്നത്. പിന്നെ ഹോസ്പിറ്റൽ കോർണർ എന്നും പറയും. അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റ് ടൈറ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്തിരിക്കും. പേഷ്യൻ്റ് മൂവ് ചെയ്യും, ബെഡ്ഷീറ്റ് മൂവ് ആവത്തില്ല. ആൻസർ ബി ആണ്. ഒക്യുപ്പൈഡ് ബെഡ് മീൻസ് ഒരു പേഷ്യൻ്റ് ബെഡിൽ കിടക്കുകയാണെങ്കിൽ അത് ഒക്യുപ്പൈഡ് ബെഡ് എന്ന് പറയും. ആൻസർ ബി ആണ്. വൈ കീപ് ടോപ്പ് ഷീറ്റ്സ് ഡ്യൂറിങ് ഒക്യുപ്പൈഡ് ബെഡ്? അപ്പോൾ ടോപ്പ് ഷീറ്റ് എന്തിനാണ് വയ്ക്കുന്നത്? പേഷ്യൻ്റെ പ്രൈവസിക്ക് വേണ്ടിയാണ്. അപ്പോൾ പേഷ്യനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് ടോപ്പ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. പേഷ്യൻസ് പ്രൈവസി. സൈഡ് റെയിൽസ് സൈഡ് റെയിൽ പ്രിവെൻസ് ഫോൾസ്. പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിരിക്കും, ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അനസ്തേഷ്യയിലായിരിക്കും, അപ്പം താഴെ വീഴാതിരിക്കാനാണ് സൈഡ് റെയിൽസ് വെച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബെഡ് ഈസ് പ്രിപ്പയർഡ് ഫോർ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന പേഷ്യന് വേണ്ടിയുള്ള ബെഡാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബെഡ്. സർജറി വരുന്ന പേഷ്യൻ്റ്. ആൻസർ ബി ആണ്. ലൂസ് ടോപ്പ് ഷീറ്റ് ഇൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബെഡ്. ടോപ്പ് ഷീറ്റ് ഇപ്പോൾ ലൂസ് ആയിട്ടിരുന്നാൽ പെട്ടെന്ന് പേഷ്യൻറ്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ടോപ്പ് ഷീറ്റ് ഓവർ ടൈറ്റ് ആയിരിക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ആൻസർ ബി ആണ്. ബെഡ് ട്രപ്പീസ് എന്ന് വെച്ചാൽ മേളിൽ നിന്ന് ഹാങ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. പേഷ്യൻറ്റിനെ മേളിൽ സീലിംഗിൽ നിന്ന് ഹാങ് ചെയ്ത് അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനും എളുപ്പത്തിനുള്ള ട്രപ്പീസാണ്. ആൻസർ ബി ആണ്. ഫോളോസ് പോർഷൻ ഇംപ്രൂവ്സ്. ഫോളോസ് പോർഷൻ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ചെസ്റ്റും ഹെഡും എല്ലാം പൊങ്ങി ഇരിക്കുന്നു. ബ്രീതിങ് ഈസിയാണ്. ഫോളോസ് പോർഷൻ. ആൻസർ ബി ആണ്. Tendency proportion means ഹെഡിൻ്റെ താഴ്ന്നിരിക്കും, ഹെഡിലേക്കുള്ള സർക്കുലേഷൻ ബെറ്റർ ആവും. അപ്പോൾ ആൻസർ ബി ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് ബെഡിലെ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂടുതൽ വെക്കുന്നതിൻ്റെ റീസൺ എന്താണ്? ഒരു പേഷ്യൻറ്റിന് മറ്റേ പേഷ്യൻറ്റിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കാനാണ്. മെയിൻറ്റെയിൻസ് ഹൈജീൻ. യൂസ്ഡ് ലിനൻ മസ്റ്റ്. ലിനൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിനൻ അല്ലെങ്കിൽ ക്ലോത്ത് അല്ലെങ്കിൽ തുണി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കവറിനകത്ത് അല്ലെങ്കിൽ ബാഗിനകത്ത് ഇരുന്ന് അതിനെ ഷേക്ക് ചെയ്യാൻ പാടില്ല. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പില്ലോ ഓപ്പണിംഗ് ഫേസ്. പില്ലോയുടെ ഓപ്പണിംഗ് ഡോറിൽ നിന്ന് ദൂരേക്കാണ് വയ്ക്കേണ്ടത്. കാരണം ഡോറിലൂടെ ഇൻഫെക്ഷൻ വന്നാൽ പില്ലോയിലൂടെ ഇൻഫെക്ഷൻ കയറും, ഡസ്റ്റ് കയറും. അപ്പോൾ ആൻസർ ബി ആണ്. അവോയ്ഡ് ഡസ്റ്റ് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ. ബെഡ് വീൽസ് ഷുഡ് ബി. ബെഡിൻ്റെ വീൽസ് എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കണം. കാരണം ബെഡിൻ്റെ വീൽ ഉണ്ടെങ്കിൽ അത് പൊസിഷൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഇറ്റ് ഷുഡ് ബി ലോക്ക്ഡ്. നിയോനേറ്റൽ ബെഡ്സ് ആർ യൂസ്ഡ് ഫോർ ന്യൂ ബോൺസ്. ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ ഇപ്പം ജനിച്ച കുട്ടികളാണ്. അപ്പം ഏകദേശം 1 മാസത്തിനകത്ത് പ്രായമുള്ള കുട്ടികളാണ് ന്യൂ ബോൺ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഫ്ലൂയിഡൈസ്ഡ് ബെഡ്. ഫ്ലൂയിഡ് ബെഡ് അല്ലെങ്കിൽ വാട്ടർ ബെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പേഷ്യൻ്റ് ബെഡ് സോറോ പ്രഷർ സോറോ വരാതിരിക്കാൻ വേണ്ടിയാണ്. സ്പെഷ്യലി ബേൺ പേഷ്യൻസിനൊക്കെ നമ്മളത് യൂസ് ചെയ്യും. ആൻസർ ബി ആണ്. സ്ട്രൈക്കർ ബെഡ് ഈസ് യൂസ്ഡ് ഫോർ. സ്ട്രൈക്കർ ബെഡ് എന്ന് പറയുമ്പം പേഷ്യൻ്റ് റൊട്ടേറ്റ് ചെയ്യും. ബെഡിൽ തന്നെ 2 മെറ്റൽ ഫ്രെയിം ഉണ്ടാവും, അതിനകത്താണ് ബെഡ് ഇരിക്കുന്നത്. അപ്പം
ഫ്രെയിം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, 180 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി ഇമ്മൊബിലൈസ് ചെയ്യണം, അതേ സമയത്ത് റൊട്ടേറ്റിംഗ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്പൈനൽ ഇഞ്ചുറീസിനാണ്. ആൻസർ ബി ആണ്. ബെഡ് ടേബിളിൽ പേഷ്യൻ്റ് ആവശ്യമുള്ള സാധനങ്ങളാണ് വെക്കുന്നത്. ബി ആണ്. കോൾ സിസ്റ്റം എന്തിനാണ്? നഴ്സിംഗ് കോൾ സിസ്റ്റം എന്ന് പറയുന്നത് പേഷ്യൻ്റ് നഴ്സിനെ വിളിക്കണമെങ്കിലോ ഒക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ആൻസർ ബി ആണ്, കമ്മ്യൂണിക്കേഷൻ. വൈ അവോയ്ഡ് ഷേക്കിംഗ്? പേഷ്യൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് നമ്മൾ ഷേക്ക് ചെയ്യാൻ പാടില്ല, കാരണം അതിലേക്കുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്. ഡ്രോ ഷീറ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്? ബെഡിൻ്റെ നടുക്കാണ്. അതാണ് പേഷ്യൻ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഷീറ്റ്. ആൻസർ ബി ആണ്. ഹോട്ട് വാട്ടർ ബാഗ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും, കാരണം പേഷ്യൻ്റിന് കോൾഡ് ഉണ്ടെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യും. ആൻസർ ബി ആണ്, ഹൈപ്പോതെർമിയ. ബെഡ് ഷുഡ് ബി ഡ്രൈ ടു പ്രിവെൻറ്റ്. ബെഡ് എപ്പോഴും ഡ്രൈ ആയിരിക്കണം, കാരണം ബെഡ് സോർ വരാതിരിക്കാൻ വേണ്ടി ഡ്രൈ ആയിരിക്കണം. അഡ്ജസ്റ്റബിൾ ബെഡ് ഹെൽപ്സ് ഇൻ. അഡ്ജസ്റ്റബിൾ ബെഡ് ആണെങ്കിൽ പേഷ്യൻ്റ് പല പൊസിഷനിൽ ഇരുത്താൻ പറ്റും, അല്ലെങ്കിൽ കിടത്താൻ പറ്റും. ആൻസർ ബി ആണ്, പൊസിഷനിങ്. സൈഡ് റെയിൽസ് ലോറിങ് എടുക്കുക. സൈഡ് റെയിൽസ് നമ്മൾ താക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം താക്കാനായിട്ട്. ആൻസർ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ്. വൈ ഈസ് പ്രൈവസി മെയിൻറ്റെയിൻ ഡ്യൂറിങ് ബെഡ് മേക്കിംഗ് സമയത്ത് പ്രൈവസി, പേഷ്യൻ്റെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പേഷ്യൻ്റെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. വിച്ച് പേഷ്യൻ്റ് നീഡ് അസിസ്റ്റൻസ് ഇൻ ബെഡ് മേക്കിംഗ്? ചില പേഷ്യൻസിന് ബെഡ് മേക്കിംഗ് സഹായം വേണം, കാരണം അവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർ മൂവ് ചെയ്യാതെ തന്നെ ബെഡ് മേക്കിംഗ് ചെയ്യണം. അപ്പോൾ ആൻസർ ബി ആണ്, ഇമ്മൊബൈൽ. വൈ ഷുഡ് ലിനൻസ് ബി റിങ്കിൾ ഫ്രീ? പേഷ്യൻ്റ് വെച്ച് ബെഡ്ഷീറ്റിൽ മടക്കൊന്നും പാടില്ല. അപ്പം മടക്കുണ്ടെങ്കിൽ പേഷ്യൻ്റ് പ്രഷർ ഷോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ബ്ലാങ്കറ്റ് എന്തിനാണ്? പേഷ്യൻ്റ് തണുപ്പായിരിക്കാനാണ്. ആൻസർ ബി ആണ്. വൈ ഷുഡ് ബെഡ് ബി എക്സസൈസ് ഫ്രം 3 sides? 3 സൈഡിൽ നമുക്ക് ബെഡിൽ എത്താൻ പറ്റണം, പേഷ്യൻ്റ് അടുത്ത് എത്താൻ പറ്റണം, കാരണം പേഷ്യൻ്റ് നഴ്സിംഗ് കെയർ കൊടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 സൈഡെങ്കിലും വേണം. വളരെ സീരിയസ് പേഷ്യൻ്റ് ഐസിയിലാണെങ്കിൽ 4 സൈഡ് നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റണം. ഇതിൽ ആൻസർ ബി ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലൈറ്റിംഗ് നിയർ ബെഡ്? ബെഡിൻ്റെ അടുത്ത് ലൈറ്റിൻ്റെ ആവശ്യം എന്താണ്? കാരണം പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, ക്യാൻഡിൽ ഇടാനുണ്ട്, IV ഫ്ലൂയിഡ്സ് ഇടാനുണ്ട്, പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അപ്പം പേഷ്യൻറ്റിന് നന്നായിട്ട് എക്സാമിൻ ചെയ്യാനും പ്രൊസീജിയർ ചെയ്യാനും വേണ്ടി ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ആൻസർ ബി ആണ്. വൈ ആർ ബെഡ്സ് മൊബൈൽ? ബെഡിൻ്റെ മൊബൈൽ ആക്കി വെച്ചിരിക്കുന്നതിനാണ്, പെട്ടെന്ന് പേഷ്യൻറ്റിനെ ബെഡോട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ആൻസർ ബി ആണ്. വൈ ഷുഡ് നഴ്സ് എക്സ്പ്ലെയിൻ പ്രൊസീജിയർ? നഴ്സ് എന്തിനാണ് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? പേഷ്യൻ്റ് നല്ല കംഫർട്ടബിൾ ആവാനും പേഷ്യൻ്റ് കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. വിച്ച് ഈസ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ്? ആൻസർ ഹാൻഡ് ഹൈജീൻ ആണ്, ബി ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡ്രോ ഷീറ്റ് ഇൻ ഇമ്മൊബൈൽ പേഷ്യൻ്റ്? ഡ്രോ ഷീറ്റ് എപ്പോഴും ബെഡിൻ്റെ നടുക്ക് വിരിക്കുന്ന ഷീറ്റാണ്. അപ്പോൾ പേഷ്യൻറ്റിനെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് ഡ്രോ ഷീറ്റ് വെച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്. വിച്ച് ബെഡ് ഈസ് യൂസ്ഡ് ഇൻ ICU? ICU നമ്മൾ മൾട്ടി ഫങ്ഷൻ ബെഡാണ്. പല പൊസിഷനിൽ പേഷ്യൻ്റ് കിടത്താണ് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ മാനുവലായിട്ട് പേഷ്യൻ്റ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് മൾട്ടി ഫങ്ഷൻ ബെഡ് വരുന്നത്. ആൻസർ ബി ആണ്. വൈസ് മാട്രസ് ക്ലീൻ ചെയ്ത് ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടിയാണ്. വൈ ഷുഡ് നഴ്സ് അവോയ്ഡ് ടച്ചിങ് യൂണിഫോം വിത്ത് ലിവർ? നഴ്സിൻ്റെ യൂണിഫോം പേഷ്യൻ്റ് ബെഡ്ഷീറ്റ് ടച്ച് ആവാതിരിക്കുന്നത് നല്ലത്, കാരണം കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്. വൈ ഷുഡ് പേഷ്യൻ്റ് ബി കംഫർട്ടബിൾ ആഫ്റ്റർ ബെഡ് മേക്കിംഗ്? ബെഡ് മേക്കിംഗ് കഴിഞ്ഞ് പേഷ്യൻ്റ് കംഫർട്ടബിൾ ആയിരിക്കണം, കാരണം പേഷ്യൻ്റ് റിക്കവറി ഹെൽപ്പ് ചെയ്യുന്നത്. കംഫർട്ടബിൾ ആയാലും റിക്കവറി ഹെൽപ്പ് ചെയ്യുക. ആൻസർ ബി ആണ്. വിച്ച് ഈസ് ഓക്സിലറി ബെഡ് എയ്ഡ്? ബെഡിൽ നിന്ന് കിടക്കുന്ന പേഷ്യൻ്റ് സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ എയ്ഡ് എന്ന് പറയുന്നത് ട്രപ്പീസ് ആണ്. ട്രപ്പീസ് മീൻസ് മേലിൽ ഹാങ് ചെയ്ത ഒരു പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയുള്ള ഒരു ഷീറ്റ് ഇതാണ്. അപ്പം അതുണ്ടെങ്കിൽ പേഷ്യൻ്റ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആൻസർ ബി ആണ്.
What is the main aim of post-operative care? Post-operative care ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിന് പെട്ടെന്ന് സേഫായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ഥലത്ത് കിടത്താനും വേണ്ടിയാണ്. അപ്പോൾ ആൻസർ ബി ആണ്. വാട്ട് ഇസ് ടോപ്പ് ഷീറ്റ് ഫോൾഡഡ് ബാക്ക്? ടോപ്പ് ഷീറ്റ് നമ്മൾ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യുന്ന പേഷ്യൻറ്റിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയാണ് ടോപ്പ് ഷീറ്റ് നമ്മൾ മടക്കി വയ്ക്കുന്നത്. വിത്ത് പൊസിഷൻ ഇംപ്രൂവ് സർക്കുലേഷൻ? ഏത് പൊസിഷനിലാണ് പേഷ്യൻ്റെ സർക്കുലേഷൻ? ഇതിനകത്ത് സർക്കുലേഷൻ ഉദ്ദേശിക്കുന്നത് തലയിലേക്കുള്ള സർക്കുലേഷൻ ആയിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്, വെന്റിലേറ്റർ വർക്ക് പൊസിഷനാണ്. അപ്പോൾ ബ്ലഡിലേക്കുള്ള സർക്കുലേഷൻ ബെറ്റർ ആവും. വിച്ച് ഐറ്റം ഹെൽപ്സ് പ്രിവെൻറ്റ് ഫോൾ? സൈഡ് റൈൽസ് ആണ് പേഷ്യൻ്റെ ഫോൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. വാട്ട് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ആഫ്റ്റർ ബെഡ് മേക്കിംഗ്? ബെഡ് മേക്കിംഗ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കൈ ക്ലീൻ ചെയ്യണം. ആൻസർ ബി ആണ്, ഹാൻഡ് ഹൈജീൻ. ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇത് നോക്കിയിട്ട് ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.